ചുങ്കം സ്വദേശിയായ കാറ്ററിംഗ് കമ്പനി മുൻ ഉടമ ബിജു ജോസഫിന്റെ കേസ് തെളിഞ്ഞത് കാപ്പ കേസിൽ പറവൂർ സ്വദേശി അറസ്റ്റിലായതോടെ. പിടിയിലായ പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത പണം എവിടെ നിന്നും എത്തിയെന്ന അന്വേഷണത്തിന് ഒടുവിലാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. പറവൂർ വടക്കേക്കര കുഞ്ഞിത്തൈ സ്വദേശി ആഷിഖിനെയാണ് കാപ്പ ചുമത്തി ജയിലിലടച്ചത്. ആഷിഖ് നൽകിയ മൊഴിയിലാണ് നിർണായകമായത്. കയ്യിലുണ്ടായിരുന്ന പണം നൽകിയത് ജോമോൻ ആണെന്ന് പറഞ്ഞപ്പോൾ എന്തിനു നൽകിയെന്ന അന്വേഷണം ട്വിസ്റ്റായി. ജോമോൻ കൂടി കസ്റ്റഡിയിൽ ആയതോടെ പണം ബിജു ജോസഫിനെ കൊല്ലാൻ നൽകിയ കൊട്ടേഷൻ നൽകിയതാണെന്നും തെളിഞ്ഞു. കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്ന 2 പേരെ കൂടി പോലീസ് ഉടൻ പിടികൂടി. അതേസമയത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ബിജുവിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം എത്തി. ജോമോന്റെ മൊഴിയും ബിജു ജോസഫിന്റെ ഭാര്യയുടെ പരാതിയും ചേർന്ന് വായിച്ചതോടെയാണ് കൊലപാതക കുറ്റം തെളിഞ്ഞത്. ഒരാളെ കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടു എന്ന ദൃക്സാക്ഷി മൊഴിയും തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തു നിന്നും ലഭിച്ച ബിജുവിന്റെ ചെരുപ്പും പേഴ്സും നിർണായകമായി. കാറ്ററിംഗ് ബിസിനസ് നടത്തിയിരുന്ന ബിജു അടുത്തിടെയാണ് ആംബുലൻസ് സർവീസ് ബിസിനസ്സിലേക്ക് മാറിയത്. ഭാര്യയും 3 മക്കളും അടക്കമുള്ള കുടുംബമാണ്. ഇളയ മകൾ 4ാം ക്ലാസ്സിലാണ്. ബിജുവുമായി പ്രശ്നമുള്ളവരുടെ പേരുകൾ കുടുംബം നൽകിയതിന് മുൻ ബിസിനസ് പങ്കാളിയായ ജോമോന്റെ പേരും ഉണ്ടായിരുന്നു. എന്നാൽ കാപ്പ കേസ് ചുമത്താൻ തക്ക കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആഷിഖ് എന്തിനാണ് ബിജുവിനെ കാണാതായ ദിവസങ്ങളിൽ തൊടുപുഴയിൽ വന്നതെന്ന സംശയം പോലീസിനുണ്ടായി. തുടർന്ന് ഇയാളിൽ നിന്നും പോലീസ് ശേഖരിച്ച വിവരമാണ് കേസ് തെളിയാൻ ഇടവരുത്തിയത്. ആഷിഖിന് പുറമെ പ്രതികളായ മുഹമ്മദ് അസ്ലം, ജോമിൻ എന്നിവർ കസ്റ്റഡിയിലാണ്. കൊട്ടേഷൻ സംഘത്തെ ജോമോന് പരിചയപ്പെടുത്തിയത് ജോമിനാണ്. കണ്ണൂരിൽ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവറാണ് ജോമിൻ. 6 ലക്ഷം രൂപയ്ക്കാണ് ജോമോൻ ഇവർക്ക് കൊട്ടേഷൻ നൽകിയതെന്നും മുൻകൂറായി 10,000 രൂപ നൽകിയിരുന്നുവെന്നുമാണ് വിവരം. ജോമോൻ മറ്റു പ്രതികൾക്ക് ഗൂഗിൾ പേ വഴി പണം നൽകിയതിന് തെളിവുകളുണ്ടെന്നും ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. രാവിലെ നടക്കാനിറങ്ങിയ ബിജുവിനെ ജോമോൻ സംഘവും ചേർന്ന് വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റിയെന്നും എതിർക്കാൻ ശ്രമിച്ചപ്പോഴും കഴുത്തിൽ ചവിട്ടുകയായിരുന്നുവെന്നുമാണ് പ്രതികളുടെ പ്രാഥമിക മൊഴി. കലയന്താനി ചെത്തിമറ്റത്തുള്ള ഗോഡൌണിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നുവെന്നും തുടർന്ന് മാൻഹോളിലിട്ട് മൂടുകയായിരുന്നുവെന്നുമാണ് വിവരം. സംഭവം ഇങ്ങനെയാണ്. കാലങ്ങളായി പങ്കാളികളായിരുന്ന ബിജുവും ജോമോനും തൊടുപുഴ ഉപ്പുതറ, തൊടുപുഴ DYSP ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതികളും നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ബിജുവിൽ നിന്നും പണം തിരികെ വാങ്ങാൻ ജോമോൻ കൊട്ടേഷൻ നൽകുന്നത്. പരിചയക്കാരനായ ബിബിൻ, മുഹമ്മദ് അസ്ലം, ആഷിഖ് എന്നിവരെ കൊട്ടേഷൻ ഏൽപ്പിച്ചു. തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച എത്തിയ ഇവർ ബിജുവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ശബ്ദം കേട്ട നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. മരണം സംഭവിച്ചതിനെ തുടർന്ന് കാലാന്താരിയിലെ ഗോഡൌണിൽ ബിജുവിന്റെ മൃതദേഹം മാൻഹോളിലേക്ക് തള്ളുകയായിരുന്നുവെന്നും വൈകുന്നേരത്തോടെ മൃതദേഹം കാലന്താലിയിലെ മാൻഹോളിൽ നിന്നും പുറത്തെടുത്തു. ഭിത്തിയടക്കം തുറന്ന് പുറത്തെടുത്ത മൃതദേഹം നടപടികൾക്കായി മാറ്റി. ബിജുവിനെ കൊന്ന് കാലന്താലിയിലെ ഗോഡൌണിൽ കുഴിച്ചു മൂടി എന്നായിരുന്നു പ്രതികളുടെ മൊഴി. ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലായിരുന്നു മൃതദേഹം. ശരീരത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു. മൃതദേഹം മാൻഹോളിൽ നിന്നും പുറത്തെടുക്കുന്നത് ശ്രമകരമായിരുന്നു. മാൻഹോളിന് മറുവശത്തുള്ള കോൺക്രീറ്റ് പൊട്ടിച്ച് വിസ്താരം വർദ്ധിപ്പിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത്. ഇന്നലെ വൈകിട്ട് തൊടുപുഴ SI യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയത്.